ഇന്ത്യയോട് നേർക്ക് നേർ നിന്ന് മുട്ടാൻ ധൈര്യമില്ലാത്ത ഭീരുക്കളും വിഡ്ഢികളും തുരുമ്പെടുത്ത് തുടങ്ങിയ റൈഫിൾ കയ്യിൽ കൊടുത്ത് വിഷചിന്ത തലയിലടിച്ച് അതിർത്തി കടത്തിവിടുന്ന ഒരൊറ്റ ഭീകരനും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല. ഒരു ഇന്ത്യക്കാരൻ്റെയും ആത്മാഭിമാനം ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെ തീവ്രവാദം കൊണ്ടും ഭീകരവാദം കൊണ്ടും ഈ രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന വിഡ്ഢികളോടാണ്, അത് പാകിസ്ഥാനായാലും ചൈനയായാലും ഇനി വേറെ ആരായാലും ശരി, ചോദിക്കേണ്ടവരോട് കണക്കുകൾ ചോദിക്കേണ്ടതുപോലെ തന്നെ ചോദിക്കും. പെഹൽഗാമിൽ നടന്നത് മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്. പേര് ചോദിച്ച്, നാട് ചോദിച്ച്, മതം ചോദിച്ചാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയാണ് അവിടെ കൊന്നുകൂട്ടിയത്. ഇന്ത്യക്കാരായതിൻ്റെ പേരിൽ, ഹിന്ദുക്കളായതിൻ്റെ പേരിലാണ് 25 പേർ അവിടെ മരിച്ചു വീണത്. പക്ഷേ പേരും നാടും മതവും ചോദിച്ച് തീവ്രവാദികൾ ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ്. ഇതിനു മുമ്പും രാജ്യത്ത് ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കശ്മീരിൽ തന്നെ ഭീകരത ഹിന്ദുക്കളെ കൊന്നുകളഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി മുസ്ലിങ്ങളെ അതേ ഭീകരത കൊന്നുതള്ളിയിട്ടുണ്ട്. വിശിഷ്യ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ഹിന്ദുസ്ഥാനിയും ഈ ഭീകരർക്ക് ശത്രുക്കളാണെന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഹിന്ദുക്കളെ അവർ തെരഞ്ഞുപിടിച്ചു കൊന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയെ അവർക്ക് തൊടാൻ പോലും കഴിയില്ല. അപ്പോൾ പിന്നെ വിഭജിക്കുക, അതും മതത്തിൻ്റെ പേരിൽ. നമ്മളിവിടെ തമ്മിൽ തല്ലി ചാകട്ടെ എന്നവർ കരുതി കാണും. അത് തന്നെയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവർ ഹിന്ദുക്കളാണ്, കൊന്നവർ മുസ്ലിം നാമധാരികളും. എങ്കിൽ പിന്നെ മുഴുവൻ മുസ്ലിങ്ങളും, ഈ രാജ്യത്ത് മുഴുവൻ മുസ്ലിങ്ങളും കുറ്റവാളികളാണെന്ന്, മുഴുവൻ കശ്മീരികളും പ്രതികളാണ് എന്ന് ചിലർ വാദിക്കുകയാണ്. ഭീകരർ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ ഇവിടെ നടപ്പിലാക്കുകയാണ് ചില ആളുകൾ. ബൈസാരൻ വാലിയിൽ വീരമൃത്യു വരിച്ച ഒരു കശ്മീരി മുസ്ലിമുണ്ട്. പേര് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അവിടെ ഒരു കുതിരക്കാരനായിരുന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന ഹിന്ദു സഹോദരന്മാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭീകരരോട് എതിരിട്ടവരുടെ തോക്ക് തട്ടിയെടുത്ത് പ്രതിരോധിക്കാൻ തുടങ്ങുമ്പോഴാണ് ധീര രക്തസാക്ഷിയാകുന്നത്. ഷഹീദാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി പൊരുതി വീണ ഷഹീദ്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ നുഴഞ്ഞു കയറി വരുന്ന ഒരു തീവ്രവാദിക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടോ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. മതം ചോദിച്ചു കൊന്ന തീവ്രവാദിയുടെ ചുവട് പിടിച്ച് മതം നോക്കി കുറ്റം ആരോപിക്കാൻ ഇറങ്ങിയ ആളുകൾ ഒന്നോർക്കണം, നിങ്ങൾ ഭീകരർക്ക് വിടുവേല ചെയ്യുകയാണ്. ഭീകരതയുടെയും ഭീകരരുടെയും ഇരകളാകുന്നവരിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റു മതക്കാരുണ്ട്, മതമില്ലാത്തവരുണ്ട്. അതേസമയം ഭീകരതക്കും ഭീകരർക്കും മതമില്ല. ഇസ്ലാമിസ്റ്റ് ഭീകരരോ ഹിന്ദുത്വ ഭീകരരോ ഇസ്ലാം മതമായോ ഹിന്ദു മതവുമായോ ബന്ധമില്ലാത്തവരാണ്. ഇനി ഭീകരതക്കൊരു മതമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെകുത്താൻ്റെ മതമാണ്. നാഥുറാം ഗോഡ്സെയുടെയും അജ്മൽ കസബിൻ്റെയും മതമാണത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ഭാഗത്തിൽ പറയാം.